ഇതാണ് മക്കളെ കളി. മുംബൈ കോഴ മേടിച്ച് പഞ്ചാബിനെ ജയിപ്പിക്കാൻ പോകുന്നു. ചെന്നൈ കയറാതിരിക്കാൻ വേണ്ടി മുംബൈ കൈക്കൂലി മേടിച്ചെന്ന് വരെ ഫേസ്ബുക്കിൽ ഇപ്പോൾ വരെ ഓരോരുത്തർ എഴുതിയിട്ട്. ബുംറ ദ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാപ്റ്റൻ ആണ് മുംബൈയുടെ നിന്ന് തെളിയിച്ച് ഫസ്റ്റ് മാച്ച് തന്നെ ജയിപ്പിച്ച് കൈ കൊടുത്തു. അപ്പൊ ഇനി ബുംറയുടെ കയ്യിൽ മുംബൈ സുരക്ഷിതം. അതായത് ഹാർദിക് പാണ്ഡ്യന് ഞങ്ങളെ വിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. മുംബൈയുടെ നല്ല ശക്തനായ ഒരു ക്യാപ്റ്റനായിട്ട് ബുംറ വന്നിട്ടുണ്ട്. കിടിലൻ ഇന്നിങ്സ് നമ്മുടെ ചെക്കൻ കളിച്ചിട്ടുണ്ട്. തിലക് വർമ്മ അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് വിൽ ജാക്സും സൂപ്പറായിരുന്നു. റിൽസ് കാർട്ടിന്റെ ഫസ്റ്റ് ബാറ്റിംഗ് ഓപ്പണിംഗ് സൂപ്പറായിരുന്നു. രോഹിത് ശർമ്മയും അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് പ്ലെയറും താളം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള ഹിറ്റ്മാൻമാരൊക്കെ പൊളിച്ചിട്ടുണ്ട്. ബോളേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു 200 സ്കോറിൽ അവർ എത്തിയെങ്കിലും പഞ്ചാബിന്റെ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം പഞ്ചാബിന് ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു. ആദ്യത്തെ 7 കളി ജയിച്ചു വന്നപ്പോ ഇനി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കണം ആരാ, ശ്രേയസ് അയ്യരെ. അത്രക്കും ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാവരും ബൂസ്റ്റപ്പ് ചെയ്തിരുന്നത്. ഇപ്പൊ ഇങ്ങനെ തോൽവികളുടെ കൂമ്പാരത്തിലേക്ക് അവർ താഴത്ത് പോകുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. അപ്പൊ മുംബൈ ഈ സീസണിൽ ഔട്ടായെങ്കിലും നല്ല ജയം ജയിച്ചാൽ നമ്മൾ അംഗീകരിക്കണം. ഇതുകൊണ്ട് പലർക്കും ഗുണമുണ്ടാവുമായിരിക്കും, പക്ഷെ അവരൊന്നും ഒരിക്കലെത്താൻ പോണില്ല.